ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 70 സീരീസുള്ള മോഡൽസിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ക കുറേ ഭാഗ്യം ഫേക്ക് തന്നെ ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറയാൻ പോകുന്നത് കുറേ ഓൾമോസ്റ്റ് കൺഫേംഡ് ആയ കുറച്ച് ഇൻഫോർമേഷനാണ് എന്ന് പറയാൻ പോകുന്നത്. ഓൾറെഡി ഒരുപാട് യൂട്യൂബേഴ്സ് റിവ്യൂ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാത്രമാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. 70ൻ്റെ കേസിൽ നോക്കിയാൽ 3000 ആ ഒരു 3800 ആ mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ 17 എയർ എന്ന് വെച്ചാൽ വളരെ ബാറ്ററി മോശമാണ്, എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം പക്ക ഫ്ലോപ്പ് ആവുന്ന എൻ്റെ ഒരു ഇതിൽ പറയാൻ. കാരണം എന്ന് വെച്ചാൽ 70 എയർ ഇതാണ്. കാരണം 2700 mAh ബാറ്ററിയാണ് ഉള്ളത്. അപ്പോൾ ഈ 2025 2700 mAh ബാറ്ററി എന്ന് വെച്ചാൽ വളരെ മോശം തന്നെയാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ എടുക്കണമെന്ന് ഞാൻ കൺസെൻട്രേഷൻ ചെയ്യില്ല. അപ്പോൾ പ്രോ വേരിയൻറ്റിൽ വരുന്നത് 4000 mAh ആ ഒരു റേറ്റ്. iPhone 70 പ്രോ മാക്സിൽ വരുന്നതോ 5000 mAh ഈ പ്രാവശ്യം ആക്കിയിട്ടുണ്ട്. അപ്പോൾ 5000 mAh ആകുമ്പോൾ കുറച്ചും കൂടി ബാറ്ററി ലൈഫ് ഇപ്പോഴത്തെ ഒരു നിലയിൽ ഫോൺ ഇറങ്ങുമ്പോൾ 5000 mAh എന്തായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ 5000 mAh ആക്കിയിട്ടുണ്ട് പ്രോ മാക്സിൽ. ഇനിയിപ്പോൾ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് ഇനി ഉണ്ടാവില്ല. അതിൻ്റെ പകരം 17 എയർ, 70 പ്രോ, 70 പ്രോ മാക്സ്, ഈ 4 വേരിയൻ്റാണ് ഉള്ളത്. ഇനി എയർ ആണ് ഉള്ളത്. എയറിൻ്റെ പ്രത്യേകിച്ച് വെച്ചാൽ സ്ലിമ്മസ്റ്റ് ഫോണാണ് അത്. ഇപ്പോൾ S20 എഡ്ജ് ആ ഒരു ഇത്രയും സ്ലിം തിക്നെസ് 6.8 ആണ് തോന്നുന്നു. അപ്പോൾ തിക്നെസ് വളരെ ചെറുതാണ്, സ്ലിം ഫോണാണത്. സ്ലിമ്മായിട്ട് യൂസ് ചെയ്യാം. അത് കംഫോർട്ടിന് വേണ്ടിക്ക് ഇറക്കുന്നതാണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ഈ പ്രാവശ്യം എല്ലാ വേരിയൻറ്റിലും 128 റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് വെച്ചാൽ പ്രോ മാക്സിൽ 120യും ബാക്കി വരുന്ന ഏത് വേരിയൻ്റാണോ ഇപ്പോൾ 16 പ്ലസ് ആ ഒരു വേരിയൻറ്റിലൊക്കെ 90 Hz 60 Hz അങ്ങനെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്രാവശ്യം അത് മാറി ഇപ്പോൾ 12 GB റാമിലേക്ക് കടന്നിട്ടുണ്ട് പ്രോ മാക്സ്. പിന്നെ എയറും 70 നോക്കിയാൽ 8 GB റാമും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സും ഇനി ഇറങ്ങുമ്പോഴാണ് ഇനി പറയാൻ പറ്റുള്ളൂ. ഇറങ്ങാൻ മുമ്പ് നമുക്ക് കയ്യിലല്ല, ഐഫോണാണ്. എല്ലാം അറിഞ്ഞാലാണ് അതിൻ്റെ ഓൾമോസ്റ്റ് കൺഫേംഡ് എല്ലാം നമുക്ക് തിരിയാൻ കഴിയും. അപ്പോൾ ക്യാമറേൻ്റെ കേസിൽ നോക്കിയാൽ 48 മെഗാപിക്സൽ വൈഡിൽ 3 ക്യാമറയും 48 മെഗാപിക്സലാക്കിയിട്ടുണ്ട്. 48 മെഗാപിക്സലിൻ്റെ വൈഡും 48 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡും പിന്നെ ഒരു നോർമൽ ക്യാമറ ആയിട്ട് 48 മെഗാപിക്സൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 3ലും 48 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ വേരിയൻറ്റിലും ഇപ്പോൾ 48 മുതലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബാറ്ററീൻ്റെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, ഐഫോൺ എയർ അത്ര പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഇറങ്ങിയാലാണ് ബാറ്ററി കൂടിയോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ. അപ്പോൾ ഒരുപാട് ലീക്ക് ഇൻഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ശരിക്കും ഡിസൈൻ. ഇത് 16 ഡിസൈനാണിത്. ഇത് നമ്മളെ 17 എയറും ഇത് 70 പ്രോ മാക്സ് അടുത്ത് പ്രോ മാക്സും ആണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇൻഫോർമേഷൻ അതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് വീഡിയോ ലാഗ് അടിക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എന്തെന്ന് വെച്ചാൽ ഐഫോൺ സീരീസ് അടുത്ത മാസമാണ് ലോഞ്ച് ചെയ്യുക. അടുത്ത മാസം സെപ്റ്റംബർ 30 അങ്ങനെ 1-20ൻ്റെ ഇടയിലായിട്ടാണ് ഇറങ്ങാൻ ചാൻസ് കൂടുതൽ. 20ൻ്റെ മേലിൽ പോകാൻ ചാൻസ് കുറവാണ്. 1-20ൻ്റെ ഇടയിലും ആയിട്ട് സെപ്റ്റംബറിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് എന്തായിട്ടും. അപ്പോൾ ഒരുപാട് ലീക്ക് ഇൻഫോർമേഷൻ ഉണ്ട്. മോഡൽ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്, ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഉറപ്പിക്കുക, ഇതാണ് ഇതിൻ്റെ മോഡൽസ് എല്ലാം വരുന്നത്. അപ്പോൾ ഇനിയും ഈ അടിപൊളി ഇൻഫോർമേഷനായിട്ടുള്ള വീഡിയോ വരണമെങ്കിൽ നിങ്ങളിത് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഗിവ് എവേലും കൊടുക്കണമെന്നൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം, നല്ലോണം സപ്പോർട്ട് ഉണ്ടായാലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, വെറുതെ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് ഞാൻ നല്ലൊരു ഗിവ് എവേ തന്നെ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലെങ്കിൽ അടുത്തൊരു പുതിയ വീഡിയോ നോക്കുക. ബൈ ബൈ.